മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ റിമാൻഡ് പ്രതി ഫിനോയിൽ കുടിച്ചു. ഗുരുതരാവസ്ഥയിലായ പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, നിലവിൽ ഈ ഒരു പ്രതിയുടെ നില എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിയുന്ന പ്രതിയാണ് ഫിനോയിൽ കുടിച്ചത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡ് സ്വദേശിയാണ് ഈ പ്രതി. കാസർഗോഡ് സ്വദേശിയായ ഈ പ്രതിയെ നേരത്തെ അറസ്റ്റ് ചെയ്തത് ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ടാണ്. കാസർഗോഡ് നടന്ന ഒരു ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ പ്രതി പിന്നീട് ഇയാൾ ചില മാനസിക അസ്വാസ്ഥ്യം കാണിച്ചതിനെ തുടർന്ന് ഇയാളെ കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ മാനസികാരോഗ്യ കേന്ദ്രം പോലീസിന്റെ ഫോറൻസിക് സെല്ലിലാണ് ഈ പ്രതിയെ പാർപ്പിച്ചിരുന്നത്. അവിടെ ഇന്ന് രാവിലെ പതിവ് പോലെ അവിടുത്തെ ശുചീകരണ തൊഴിലാളി ഈ ശുചിമുറി വൃത്തിയാക്കാനായി അവിടെ എത്തുകയും അത് സാധാരണ ശുചിമുറി വൃത്തിയാക്കുന്ന സമയത്ത് ഈ ശുചീകരണ തൊഴിലാളികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ ബക്കറ്റിൽ ഈ ഫെനോയിൽ കലർത്തി പിന്നീട് അതിനുശേഷം ആണ് അത് ഫെനോയിൽ ഒഴിച്ച് അവിടെ ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കുക. ആ രീതിയിൽ ഇങ്ങനെ ഈ ശുചിമുറി വൃത്തിയാക്കുന്നതിനായി ബക്കറ്റിൽ കലക്കി വെച്ച ഈ വെള്ളം ഈ ശുചീകരണ തൊഴിലാളി മറ്റൊരു ഭാഗത്ത് വൃത്തിയാക്കുന്നതിനിടെ ഈ തടവുകാരനായിട്ടുള്ള ഈ കാസർഗോഡ് സ്വദേശി സഹതടവുകാരന്റെ പ്രേരണയെ തുടർന്നാണ് എന്ന് പറയുന്നുണ്ട്. അത് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ ഫെനോയിൽ എടുത്ത് കുടിക്കുന്നു. അതോടുകൂടി ഇയാൾക്ക് ആരോഗ്യ പ്രശ്നം വരുന്നു. വയറിളക്കം അടക്കമുള്ള ആരോഗ്യ പ്രശ്നം വരുന്നു. ഈ ആരോഗ്യ പ്രശ്നം കണ്ടതിനെ തുടർന്ന് പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് ഈ സെല്ലിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുന്നുണ്ട്. ഈ സഹതടവുകാരന്റെ പ്രേരണ ഉണ്ടായിരുന്നോ അല്ല സ്വമേധയാ തന്നെ ഈ പ്രതി കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള പ്രതി ഈ ഫെനോയിൽ എടുത്തു കുടിക്കുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും പ്രതി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഫെനോയിൽ ആയതുകൊണ്ട് തന്നെ വയറിളക്കം പോലുള്ള ആരോഗ്യ പ്രശ്നമാണ് ഉണ്ടാവുക. അത് വയറ് ക്ലീൻ ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഡോക്ടർമാർ നീങ്ങുന്നുമുണ്ട്. ശരി റിയാസ്, എന്തായാലും തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനുണ്ട്. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നുമാണ് റിമാൻഡ് പ്രതി ഫിനോയിൽ കുടിച്ചത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.